ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 പുതുവർഷ ഫലമാണ്. നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മില്യനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പുതുവർഷത്തിലേക്ക് കടന്നത് പുത്തൻ ഒത്തിരി പ്രതീക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ. അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് പുതുവർഷ ഫലം എന്ന് പറയുക അല്ലെ. അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ, നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത്. വർഷഫലം കിട്ടിയതിന് ശേഷം പിന്നീട് മാസഫലം നൽകുന്നതും നമുക്ക് കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ പീസസ് ആക്കണം. അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ, ആ മന്ത്ലി പ്രഡിക്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട്. പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാം അല്ലെ. നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ. നമുക്ക് ഫലം നോക്കുന്നത് നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ. രണ്ടും കൂടി നോക്കുന്ന നമ്മൾ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്, ലഗ്നം എവിടെയാണ് നിൽക്കുന്നത്, അതിനെ രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഫലം നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പ്രഡിക്ഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു ആക്യുറേസി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അടുത്ത കന്നിയാണ്. ഉത്രമുക്കാൽ അത്തം ചിത്തിരാരടങ്ങുന്ന രണ്ടാം നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുന്നത് അല്ലെ. കന്നിരാശിക്കാര് ഭയങ്കര ആകാംക്ഷമായിട്ട് നിൽക്കുമായിരിക്കും. എനിക്ക് എന്താണ്, പല വീഡിയോസ് ഇങ്ങനെയൊക്കെ എടുത്ത് കണ്ടിട്ടിരിക്കുക, എന്താണ് എന്റെ പൊസിഷൻ എന്ന് നോക്കി നിൽക്കുമായിരിക്കും അല്ലെ. 2025 എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഇയർ ആയിരിക്കും കന്നിരാശി സംബന്ധിച്ച്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തില്ലേ കന്നിരാശിക്കാരെ. കുറച്ച് 2024 ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, മറ്റേ രീതി ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മറ്റേ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലത് എന്നൊക്കെ പ്ലാൻ ചെയ്തില്ലേ. അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ നല്ലൊരു ടൈമാണ് ഈ 2025 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സിക്യൂഷൻ ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ 2024 നിങ്ങൾ പ്ലാൻ ഇട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ വിചാരിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല സമയമാണ് 2025 എന്ന് പറയുന്നത്. 2024 എന്തൊരു കാര്യം നടന്നാലും അതിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ആ തടസ്സങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കുറച്ചത് നേടിയെടുക്കാൻ സാധിച്ചത്. പക്ഷെ 2025 അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. രാഹു ഗതുക്കൾ മാറുന്നു, അതുപോലെ തന്നെ ശനി ദൃഷ്ടി ഉണ്ടെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങൾ നമുക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പുതിയ അവസരങ്ങളൊക്കെ നമുക്ക് നൽകുന്ന ഒരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. അത് ബന്ധങ്ങളിലായാലും പുതിയ ബന്ധങ്ങൾ കിട്ടുക, നല്ല സൗഹൃദങ്ങൾ കിട്ടുക, നല്ലൊരു ജീവിതം കിട്ടുക, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ നല്ലൊരു വഴിത്തിരിവ് ഉണ്ടായി തരിക. ചിലപ്പോൾ നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിൽ തന്നെയായിരിക്കില്ല ചെയ്യാൻ പോകണേ, ഒരു വേറൊരു മേഖലയിലേക്കായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും നിങ്ങൾ ആ പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് കൃത്യമായി പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്താണ്ടല്ലോ നമുക്ക് സക്സസ് നേടിയെടുക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇറങ്ങി മുന്നോട്ട് ഇറങ്ങുകയെങ്കിൽ ആ കുറച്ചുണ്ടായിരുന്ന മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് മുന്നോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ സക്സസിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2025 എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കറക്റ്റ് ടൈമാണ് 2025 എന്ന് പറയുന്നത്. നിങ്ങൾ കറക്റ്റ് ടൈമാണ് നിൽക്കുന്നത് 2025. വിജയിക്കണം എന്ന ആഗ്രഹം നിൽക്കുന്നവർക്ക് 2024 പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ സൂപ്പർ സമയമാണ് 2025 എന്ന് പറയുന്നത് കേട്ടോ. തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാലും, ജീവിത വിജയം നോക്കിയാലും, വരുമാന മാർഗം നോക്കിയാലും, വാഹന സംബന്ധം നോക്കിയാലും, റിലേഷൻഷിപ്പ് ഒക്കെ നോക്കിയാലും, വിദ്യാർത്ഥികൾക്കും എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ സമയം തന്നെയാണ് പൊതുവെ കേട്ടോ. 2024 നമ്മൾ പരിശ്രമിച്ച കുറച്ചൊക്കെ തടസ്സങ്ങളൊക്കെ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാനിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, പ്ലാനിൽ അതില്ല, ഇനി പുതിയതായിട്ട് ആഡോൺ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളെ പ്ലാൻ ചെയ്ത വെച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന വർഷം തന്നെയായിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. ശനിയുടെ ദൃഷ്ടി കാരണം ചെറിയ തടസ്സങ്ങളൊക്കെ നമുക്ക് തോന്നിപ്പിക്കും. പക്ഷെ ആ തടസ്സങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. ആ തടസ്സങ്ങളൊക്കെ നമുക്ക് പുതിയ അവസരങ്ങളാണ് മനസ്സിലാക്കുക. ഓക്കെ, ചില തടസ്സങ്ങൾ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ആ വരിക്കൊന്ന് പോകണ്ടെന്ന് മാറി ചിന്തിച്ചോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ടൈം ചെയ്തോ, അല്ലെങ്കിൽ അവിടെ തടസ്സം വരുമ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു പുതിയ അവസരം കൊണ്ടുവന്നിട്ട് ഇന്ന് എന്ത് തീർത്തോ എന്ന് പറയുന്ന രീതിയാണ്. സോ ആ ഒരു അവസരങ്ങളാണ് മനസ്സിലാക്കുക. തടസ്സങ്ങൾ കാണുമ്പോൾ വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും വേണ്ട. അത് പുതിയ അവസരങ്ങളിലേക്കുള്ള പാത അല്ലെങ്കിൽ പുതിയ അവസരങ്ങളിലുള്ള വാതില് തുറക്കുന്നതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ ചെയ്യുന്ന
കന്യരാശിയെ സംബന്ധിച്ചോളം നിങ്ങൾ കുറച്ച് പോസിറ്റീവ് മൈൻഡഡ് ആയി ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കുക. എന്ത് തോട്ട് നടന്നാലും എന്ത് നടന്നാലും ജീവിതത്തിൽ നടന്നാലും അത് നല്ലതിന് വേണ്ടിയാണ് എന്നൊരു വിശ്വാസം, ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇയർ തന്നെയായിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. ബുധനും ശുക്രനൊക്കെ നോക്കിയാൽ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളും ചെയ്യില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ഇപ്പം നിൽക്കുന്ന ലെവലുണ്ടല്ലോ, ഈ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന വർഷമാണ് 2025 എന്ന് പറയുന്നത്. അതുപോലെ വാഹനമൊക്കെ വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് 2025 പരിശ്രമിച്ചു കഴിഞ്ഞാൽ വാഹനം വാങ്ങാനൊക്കെ പറ്റുന്ന സമയമാണ്. ഇനി അതല്ല വാഹനം ഉണ്ടെന്ന് മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിനും പറ്റിയ സമയം തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട്, ഞാൻ വേറൊരു തൊഴിലും കൂടി ചെയ്തോട്ടെ, അല്ലെങ്കിൽ വേറൊരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കട്ടെ, അതിന് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും അനുകൂലമായ സമയം തന്നെയാണ്. വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാൽ അതിനൊക്കെ നല്ല നല്ല അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടും, നല്ല നല്ല ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നല്ല വരണ അല്ലെങ്കിൽ നല്ല വധുവിനെയൊക്കെ കിട്ടുന്ന സമയം തന്നെയാണ്. സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇങ്ങനെ അവസരങ്ങൾ വരും, അപ്പോൾ ഒരു വരൻ വരല് വധു വന്നു, ഓക്കെ, ഒന്നും ചിന്തിക്കാതെ ഒന്നും അന്വേഷിക്കാതെ പോകുന്നതല്ല പറയാം. നമ്മൾ നമ്മുടെ ആ രീതിയിൽ കൂടെ അന്വേഷിക്കുകയും ചെയ്യാം. അപ്പോഴാണ് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഒരു കാര്യം നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പറയാണ്ട് എപ്പോഴും ലോജിക്കും കൂടി ചിന്തിച്ചാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, അല്ലേ? ഒരു കാര്യം നടക്കുമ്പോൾ ഓക്കെ നല്ലതാണ്, പക്ഷെ എന്താണ് അതിന് മുമ്പ് ചിലപ്പോൾ ഒരു ഇത് തന്നെയായിരിക്കും. സോ ആ കാര്യം അവരെ ഒന്ന് നന്നായി അനലൈസ് ചെയ്യുക, അവരുടെ ചുറ്റുപാടൊന്ന് അനലൈസ് ചെയ്ത് അവരുടെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് വിവാഹ കാര്യങ്ങളിലേക്കൊക്കെ പോസ്റ്റേഡ് ചെയ്യുക കേട്ടോ. കാരണം പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോരുത്തരെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. പക്ഷെ എന്താണ്, നമ്മളിൽ നിന്നല്ലാതെ മറ്റുള്ളവരും കൂടി നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയാൻ പറ്റൂല, അല്ലെ? വേറൊരാൾക്കാണ് പ്രശ്നം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെയാണ് നമ്മളൊരു കാര്യം നോക്കുമ്പോൾ നമുക്ക് അവര് അല്ലെങ്കിൽ അവർ മറ്റൊരാൾ നല്ലതായിരിക്കും, പക്ഷെ വേറൊരാളുടെ സൈഡിൽ നിന്നും കൂടി ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തുനിന്നൊരു തേർഡ് പേഴ്സന്റെ വ്യൂ വരുമ്പോൾ മാത്രമാണ് അവർ നല്ലതാണ് ചീത്തയാണെന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. അത് നിങ്ങൾ എന്തൊരു കാര്യത്തിലും ഒരു ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, എല്ലാം നല്ലതാണ്. അതുപോലെ വേറൊരാളുടെ അഭിപ്രായം ചോദിക്കുമ്പോഴോ അത് മോശം. പക്ഷെ ഈ 2024 പ്ലാൻ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതെന്ത് തന്നെയായാലും നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കനെയാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്ത് എടുത്തേക്കനെയാണ്. സോ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക, നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഈ ഒരു വർഷം എന്ന് പറയുന്നത് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. പിന്നെ 2025 സംബന്ധിച്ച് കന്യാരാശിക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ആരോഗ്യ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ അവസ്ഥയാണ് കന്യരാശിയെ സംബന്ധിച്ചോളം ഈ 2025 എന്ന് പറയുന്നത്. സോ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നത് പ്രോപ്പറായിട്ട് കഴിക്കുക. ഓക്കെ, കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. എക്സസൈസ് ചെയ്യുക, വ്യായാമം ഏത് എക്സസൈസ് ആണ് ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക. ഇപ്പം യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് സൂമ്പെങ്കിൽ സൂമ്പോ, നമുക്ക് എന്താണ് ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, നമുക്ക് എന്ത് എക്സസൈസ് ആണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് നോക്കുക, നിങ്ങളെ ഉറക്കം കറക്റ്റ് ആക്കുക, മൊബൈൽ യൂസേജ് കുറയ്ക്കുക. ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി സൂപ്പർ ഡൂപ്പർ ഇയർ ആയിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത്. ഈ രാശിഫലം കേട്ടു, പലരുടെയും നല്ലതും പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിരുന്നു നമ്മൾ അറിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതിനു മുമ്പായിട്ട് രണ്ട് കാര്യം പറയട്ടെ. നമ്മുടെ പേരും നക്ഷത്രവും താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേരും നക്ഷത്രവും വ്യക്തമായി താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ്, ഇത് പൊതുഫലമാണ് അല്ലെ. നമുക്കൊരു നല്ലൊരു കാര്യം, ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങാൻ പോവാണ്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ ലഗ്നാലും ചന്ദ്രാലും നോക്കുക. പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷഫലമാണോ നമ്മുടെ രാശി, ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തയായാലും നമ്മളിലേക്ക് കറക്റ്റായിട്ട് ബാധിക്കുന്നത്. നമ്മുടെ ജാതകവും കൂടി നോക്കണം. കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ്, നമുക്ക് അനുകൂലമായുള്ള ഗ്രഹങ്ങൾ ഏതാണ്, ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപകാരമാണ് നടക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലം, എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ആ സ്ഥാനത്ത് നമുക്ക് രാശിഫല ഗോചാരം മോശമാണ്, ലഗ്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും എന്താണ് മോശഫലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മൾ അത് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിൻ്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തതും, നമുക്ക് അതിൻ്റെ ആ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ. കാരണം നമ്മുടെ ജാതകം കൂടി ഇത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ വ്യക്തിപരമായിട്ട്. അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കും, ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു. അപ്പം ഇവരെല്ലാം ജാതകം ചിലപ്പം എന്താണ്
ഒരേ ജാതകമുള്ളവരുണ്ടാകും, പക്ഷെ രണ്ട് ക്യാരക്ടർ, രണ്ട് സ്വഭാവം, രണ്ട് രീതിയിലായിരിക്കും. അപ്പൊ നമുക്കിതിലെല്ലാം അടിസ്ഥാനപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകലനം അത്യാവശ്യമാണ്. കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അവർ വരുന്ന ചുറ്റുപാട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ചുറ്റും നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മളെ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന്, നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലെ. പക്ഷെ പവേഴ്സ് ക്ലബ് ഞാൻ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പാണ്, കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി, പവേഴ്സ് ക്ലബിന്റെ സ്റ്റെപ്പ് 1 ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ അവിടെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാൽ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം, അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളാ, മറ്റ് അനുബന്ധ വെബിനാർസ്, ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. സോ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്തേക്കണം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മൾ ഓരോ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും. ഓക്കെ, ഇന്ന ദിവസത്തിന്റെ വെബിനാർ ഉണ്ട്, നിങ്ങൾക്ക് കുറച്ചൊരു അലർട്ട് ആകാൻ പറ്റും. ഇപ്പൊ നമ്മൾ പുതുവർഷപരമാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മില്യനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ജനുവരി 5-നാണ് 2025, ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈവനിങ്ങിനായിരിക്കും ക്ലാസ് ഉണ്ട്. അവർക്ക് പ്രോപ്പർ ടൈം നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ മതി. പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവായിട്ട്. പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിലെ അഡ്മിനിലേക്ക് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം, എൻ്റെ ഡീറ്റെയിൽസ് വല്ലതും വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് നമ്പേഴ്സ് ആകുമ്പോഴത്തേന് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കൂട്ടായ്മയിലേക്ക് ഈ ഒരു കൺസെപ്റ്റിൽ, ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിൽ നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു 3 കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതിലെ 3ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തിൽ മാറ്റി നമ്മുടെ ജീവിതത്തിലൊരു പുതിയ ജീവൻ, ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ഏതൊരു മേഖല നിൽക്കുന്നവർക്കും, ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല രീതിയിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും. കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് വേണം. ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം? പക്ഷെ മില്യനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മളെ മില്യനേഴ്സ് ഫോളോ ചെയ്യുന്ന കുറച്ച് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക. സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം അല്ലെ. നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീശൻ അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരു വർഷം 2025 എല്ലാവർക്കും നന്മയും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയുരാരോഗ്യവും സമ്പത്തിയൊക്കെ വരട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ.